വരൂ വരൂ ഗപ്പു, വേഗം വരൂ. ഓടി വരൂ ഗപ്പു, ഓടി വാ. ഹാപ്പിയുടെ കണ്ണ് വെട്ടിച്ച് വേഗം വാ. ഹാപ്പിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്, നടക്കാത്ത കാര്യമാണ്. വാ വാ, ജയിച്ചു കാണിക്കേ. വാ, ബോളെടുത്ത് കാണിക്കേ. ഇപ്പൊ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ തന്നെ ജയിക്കുന്നേ. അയ്യോ വേണ്ട 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 വേണ്ട. അയ്യോ ഇതെന്താടി ചെയ്തേ? ഇത് ആന്റി സൂറിന്റെ ഫേവറേറ്റ് പോട്ടായിരുന്നു. ഹെല്ല് കടിച്ചിട്ട്. ഇനി എന്ത് ചെയ്യും? ഇനി ഇതേപോലത്തെ സെയിം ടു സെയിം പോട്ട് എവിടെന്നെങ്കിലും തപ്പിക്കൊണ്ട് വരേണ്ടി വരും. പക്ഷേ ഇതൊരു ആന്റിക്ക് പോട്ടായിരുന്നല്ലേ, നമുക്കിനി ഇത് എവിടുത്തെ കിട്ടാനാ? എന്റെ ഗാഡ്ജറ്റിന് നിങ്ങളുടെ 3 വർഷം പഴക്കമുള്ള ഷഡ്ഡി കണ്ടുപിടിക്കാമെങ്കിൽ ഇത് പറ്റില്ലേ? നോക്ക്, ആന്റിക്കിന്റെ കട ഇവിടെ പോട്ട് എല്ല് കടിച്ചിട്ട്. ഹാപ്പി, ലെറ്റ്സ് ഗോ. പോവാം. ഗപ്പു നീ ഇവിടെ നിൽക്ക്. ആന്റി സോറി പോട്ടിന്റെ കാര്യം ഒരിക്കലും അറിയാൻ പാടില്ല. ഓക്കേ. പിന്നാക്കി പിന്നാക്കി ദേ നോക്കിക്കേ, എന്റെ മുഖം എത്ര ഉരുണ്ട് തുടുത്തതാണ്. എന്താ ഇത്? നീ എന്താ ഈ ചെയ്തത്? ഈ ആന്റി കടയിലെ 300 വർഷം പഴക്കമുള്ള ദൂരദർശിനി നീ താഴെ ഇട്ടോ? വേഗം എടുക്കൂ അത്. എന്റെ പേരാണ് പുരാന. വയസ്സ് 200 വർഷം. എവിടെ അന്വേഷിച്ചാലും കിട്ടാത്തത് എന്റെ അടുത്തുനിന്ന് തീർച്ചയായും കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ വന്നത് സർ. ഞങ്ങൾക്കൊരു ആന്റിക് പോട്ടാണ് വേണ്ടത്. അതായത് കസ്റ്റമർ. വരൂ, ഇവിടെ വരൂ. ആ പോട്ടിന്റെ കാര്യം മറന്നേക്കൂ. ഇത് നോക്കൂ, 400 വർഷം പഴക്കമുള്ള സിഖ് ഗുസ്തിക്കാരന്റെ ഗദ. സാരമില്ല, ഇവിടെ വരൂ. നോക്കൂ, ഇതാണ് ധമാക്കാപൂർ രാജ്യത്തെ മഹാറാണി പുടുപുടു ദേവിയുടെ സാരി. ഇയാൾ എന്താണ് വിചാരിക്കുന്നത്? നമ്മളിവിടെ സാരി എടുക്കാനാണ് വന്നിരിക്കുന്നത്. ഇതെന്താണ് മിസ്റ്റർ പുരാന? ഇതോ, ഇത് രാജസ്ഥാനിലെ ഉഫാൻഗഡയിലെ ഒരു കോട്ടയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ഒരു ജിൻ. നിക്കൂ, നിങ്ങൾക്ക് ഞാനൊരു മാജിക്കൽ പുസ്തകം കാണിച്ചു തരാം. ഇവിടെ വരൂ. ഇയാള് ജിന്നിന്റെ കാര്യം പറയുന്നത്, പക്ഷെ ഇയാൾക്കറിയില്ലല്ലോ ഇയാളുടെ കടയിൽ ഒരു ഭൂതമാണ് വന്നിരിക്കുന്നത്. ഇത് നോക്കൂ, എന്തൊരു പൊടിയാണിത്. അത് ശരി, അപ്പോൾ ഇതൊരു ഭൂതമാണല്ലേ? ഇന്ന് നല്ല രസമായിരിക്കും. 300 വർഷങ്ങളായി ഞാൻ ഈ അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ ഒരുപാട് പൊടിയുണ്ട്. വരൂ, നിങ്ങളുടെ പോട്ട് തന്നെ നമുക്ക്. ഒരൊറ്റ തവണ ഈ ഭൂതത്തിനെ ഈ ബോട്ടിൽ ഒന്ന് അടയ്ക്കാൻ പറ്റിയാൽ പിന്നെ ഞാൻ എന്നേക്കുമായി സ്വതന്ത്രൻ. ഇതെന്താണ്? ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്? ഇത് 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 അവിടെ ഇവിടെ എങ്ങനെ? നീ തന്നെ, അത് നീ തന്നെ. നിന്നെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. 1 2 3 കണ്ണുകൾ അടയ്ക്കൂ, എന്നിട്ട് ഈ കുപ്പിക്കുള്ളിലേക്ക് കയറൂ. ഈ ശബ്ദം ഇത് എവിടുന്നാ വരുന്നത്? ഇനി കുപ്പിക്കകത്തുനിന്നാണോ? അയ്യോ, രക്ഷിക്കണേ പിന്നാക്കി. ഇത് കണ്ടിട്ട് ആന്റി സൂര്യയുടെ പോട്ടായിട്ട് നല്ല സാമ്യമുണ്ട് അല്ലേ ഹാപ്പി? ഹാപ്പി ഹാപ്പി
പറയൂ. അയ്യോ ഹാപ്പി, നീ ഇത് എവിടെയായിരുന്നു? അത് ഞാൻ അവിടെ നിന്ന് കുടുങ്ങിപ്പോയി. വരൂ വേഗം ആ പോട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് സ്ഥലം വിടാം, അല്ലെങ്കിൽ നമ്മളിനി കുടുങ്ങും. ഓക്കേ അങ്കിൾ, ആ പോട്ട് എവിടെയാ? ഞാനൊന്ന് നോക്കട്ടെ. ഇത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നിൽക്കൂ, ഞാനൊന്ന് നോക്കട്ടെ. എവിടെ പോയി ബ്രേസ്ലെറ്റ്? അയ്യോ ഹാപ്പി, ആ ജാറിന്റെ അടിയിൽ എങ്ങനെ വരാൻ ഇത്രയും വലിയ പോട്ട്? വളരെ ശരിയാണ് പിനാക്കി. ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? പിനാക്കി, ഞാൻ നിന്റെ പോട്ടല്ല എന്റെ ബ്രേസ്ലെറ്റ് ആണ് അന്വേഷിക്കുന്നതെന്ന്. അതെന്റെ കയ്യിലൊന്ന് കിട്ടിയാൽ മതി. എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല, ആർക്കും. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഇത് 600 വർഷം പഴക്കമുള്ള ജഗ്ഗാണ്. ഇവിടെ ഉണ്ടാവും, ഇതിന്റെ പുറകിലുണ്ടാവും. ഇവിടെ ഇല്ലല്ലോ. അയ്യോ, ഇതൊന്ന് നിർത്തോ. ഇവിടെ ഉണ്ടാവും, പെയിന്റിങ്ങിന്റെ പുറകിൽ. അയ്യോ, അത് 700 വർഷം പഴക്കമുള്ള പെയിന്റിംഗ് ആണ്. അയ്യോ ഹാപ്പി, നീ എന്താ ചെയ്യുന്നേ? ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. അയ്യോ, 1000 വർഷം പഴക്കമുള്ള ഡ്രസ്. ഈ ഹാപ്പിക്ക് ഇതെന്താ പറ്റിയേ? ഇവനെന്തെല്ലാം തല്ലി പൊട്ടിക്കുന്നേ? അയ്യോ, നീ മതിയാക്കൂ. ഇവിടെ മൊത്തം അലങ്കോലാക്കിയല്ലോ. സോറി പിനാക്കി, ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്. നമ്മൾ പോട്ട് കണ്ടുപിടിക്കാൻ താമസിച്ചാലോ? അല്ലെങ്കിലും വളരെ താമസിച്ചല്ലോ. എന്റെ പകുതി സാധനങ്ങളും പൊട്ടിച്ച് കളഞ്ഞല്ലോ. അയ്യോ, ആരെങ്കിലും ഇവനെ തടയൂ. എന്താ ചെയ്യുന്നത്? തീർച്ചയായും ഇവൻ എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. അയ്യോ, ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യൂ. 700 വർഷം പഴക്കമുള്ള സാരിയാണത്. പിനാക്കി, ദാ ഇവിടെ ഗ്ലാസ് ബോട്ടിലിൽ. ഹാപ്പി, നീ ഇവിടെയോ? ഇതിന്റെ ഉള്ളിൽ എങ്ങനെ വന്നു? അപ്പോ നീ ഇവിടെയാണെങ്കിൽ പുറത്തുള്ളതാരാ? അതൊരു ജിന്നാണ്. അവൻ ഈ ബോട്ടിൽ അകത്തായിരുന്നു. അവൻ എന്നെ പഠിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ അടച്ചു വെച്ചു. എന്നിട്ട് അവൻ രക്ഷപ്പെട്ടു. എന്താ ഈ പറയുന്നേ? എന്നാ പിന്നെ ഞാൻ ഈ ബോട്ടിൽ പൊട്ടിച്ച് നിന്നെ പുറത്തിറക്കട്ടെ. സ്വയം ഇത് പൊട്ടിച്ച് പുറത്തു പോകില്ലായിരുന്നോ? നീ ഈ ബോട്ടിലെങ്ങാനും പൊട്ടിച്ചാൽ ഞാൻ എന്നേക്കുമായി അപ്രത്യക്ഷനായി മാറും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ജിന്നിനെ ഈ ബോട്ടിനുള്ളിൽ കൊണ്ടുവരണം, എന്നാലേ എനിക്ക് പുറത്തു കിടക്കാൻ പറ്റൂ. അപ്പൊ പിന്നെ നമ്മളിനി എന്ത് ചെയ്യും? ഇനി എന്താണെങ്കിലും അത് ഞങ്ങൾ ചെയ്യും. നിങ്ങളോ? ഗപ്പു ഞങ്ങളോട് എല്ലാം പറഞ്ഞു പിനാക്കി. ഇനി ഞങ്ങൾ ഏറ്റുമുട്ടാം ജീനിയോട് മീശ പിരിച്ചിട്ട്. എത്ര നല്ല ബൂത്ത് ഫാമിലിയാണ് ഇവരുടെ. എനിക്കും ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ ഇല്ലല്ലോ. അതുകൊണ്ട് ഐ ഹേറ്റ് ഫാമിലീസ്. അയ്യോ, ബോട്ടിലൂടെ പോയി. ഇവൻ ഇത്ര ധൈര്യമോ? ഇപ്പൊ ശരിയാക്കി തരാം മീശ പിരിച്ചിട്ട്. ഞാൻ ഇവന്റെ അഹങ്കാരം ഇപ്പൊ മാറ്റിത്തരാം. ജീനി, കണ്ടില്ലേ ഞങ്ങളുടെ ഭൂതം ഫാമിലിയുടെ പവർ? ഇനി ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും. ഇനി നിങ്ങൾ എല്ലാവരും ചേർന്നാലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ബോട്ടിൽ എനിക്കിതാ. ഇനി കാണിച്ചു കൊടുക്കവന്മാർക്ക്.
ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ചെറിയ മനുഷ്യ കുഞ്ഞിന് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? നീ എന്നെ എന്ത് ചെയ്യുന്ന? ജിനി, ഞാനൊരു ചെറിയ മനുഷ്യ കുഞ്ഞായിരിക്കും, പക്ഷെ നിന്നെ ചട്നിയാക്കാൻ ഞാൻ മാത്രം മതി. കഴിഞ്ഞോ നിന്റെ പൊങ്ങച്ചം മറിച്ച്? ഇനി നോക്ക് എന്റെ മാജിക്കിന്റെ ശക്തി. ഐഡിയ ജിനി, ഇനി നീ കാണോ എന്റെ ബുദ്ധി. ഇനി നീ ഒന്ന് പിടിച്ചു കാണിക്ക്. ഈ പൗഡർ മുഖത്താണ് ഇടുന്നത്, അല്ലാതെ കണ്ണിലല്ല. ഈ ബ്രേസ്ലെറ്റ് ഇല്ലാതെ പോകൂ ബോട്ടിനുള്ളിലേക്ക്. എന്നെ വിടൂ, എന്നെ വിടൂ, എന്നെ വിടൂ. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ആദ്യം ഒന്ന് പുറത്തു വന്ന് കാണിക്കൂ. സബാഷ് പിനാക്കി. സോറി ആന്റി, സോറി. അത് ആന്റിയുടെ ഫേവറേറ്റ് പോട്ട് എന്റെ കയ്യിൽ താഴെ വീണ് പൊട്ടിപ്പോയി. പോട്ടോ, അത് വളരെ പഴയതായിരുന്നു. ഞാനത് അല്ലേല് കളയാൻ വെച്ചിരിക്കുമായിരുന്നു. പഴയതോ? പഴയതൊന്നും കളയാൻ പാടില്ല. എനിക്ക് തരൂ പ്ലീസ്.